ഈ മുനമ്പം ഭൂമി വഖഫിൻ്റെതാണെന്ന് ഒരു റിപ്പോർട്ട് നൽകിയ നിസാർ കമ്മീഷൻ ഉണ്ടല്ലോ VSൻ്റെ കാലത്ത്, അത് ഇപ്പോൾ എവിടെയാണ്? VS മുഖ്യമന്ത്രി ആയിരിക്കെ, പാലളി മുഹമ്മദ് ഊട്ടി വഖഫ് മന്ത്രി ആയിരിക്കെ അല്ലേ? അതെ, അതേക്കുറിച്ച് നിസാർ MA നിസാർ നിസാർ അങ്ങനെ അദ്ദേഹം എവിടെയാണെന്നുള്ള ചോദ്യം ഞാനും ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ നമ്മൾ ഈ ദൈനംദിനം ഈ പത്രപ്രവർത്തനം, മറ്റു മാധ്യമ പ്രവർത്തകരെ പോലെയുള്ള ദൈനംദിന റിപ്പോർട്ടിങ് നമ്മൾ അധികം ചെയ്യാത്തതുകൊണ്ട് അത് അന്വേഷിച്ച് പോയില്ല. പക്ഷേ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, ഇത്രയും വിവാദം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ നിസാർ എന്ന് പറയുന്ന മുൻ ജില്ലാ ജഡ്ജി, അദ്ദേഹം സർക്കാരിൻ്റെ ലോ സെക്രട്ടറി കൂടിയായിരുന്നു, ഗവൺമെൻറ് ഓഫ് കേരള. ജില്ലാ ജഡ്ജിമാരാണ് ലോ സെക്രട്ടറി ആവുന്നത്. നമുക്കറിയാമല്ലോ, സർക്കാരിൻ്റെ വകുപ്പ് സെക്രട്ടറിമാരുണ്ട്, അതിനകത്തെല്ലാം IAS വരുന്നത്. ലോയ്ക്ക് മാത്രം ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കും ലോ സെക്രട്ടറി ആവുന്നത്. അപ്പം നിസാർ അങ്ങനെ ലോ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു മാധ്യമം പോയില്ല, മനഃപൂർവ്വമാണ്. കാരണം അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് കുഴപ്പമാവുന്നറിയാം. പക്ഷേ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുനമ്പം ഇഷ്യൂ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. വഖഫിൻ്റെ മന്ത്രിമാർ, റവന്യൂ മന്ത്രി, ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ ഇപ്പോഴത്തെ ലോ സെക്രട്ടറി ഉണ്ടാവും, മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചെയർമാൻ വരുമല്ലോ, വഖഫ് ചെയർമാൻ, ഇവരൊക്കെ ഉണ്ട്. ആ യോഗം ഇന്ന് ചേരുകയാണ്. ചേർന്നിട്ട്, കാരണം ഈ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, എന്താണ്? വഖഫ് നിയമം മാറണം. അല്ലാതെ ഈ നിയമം ഒരു തരത്തിലും, ഈ പ്രശ്നം ഒരിക്കലും ഒരു തരത്തിലും പരിഹരിക്കപ്പെട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമമാണ് വഖഫ് നിയമം. അതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേണ്ടി വന്നാൽ CAA നടപ്പാക്കത്തില്ല എന്ന് പ്രമേയമൊക്കെ പാസ്സാക്കി എന്ന് പറഞ്ഞ പോലെ, പ്രമേയം പാസ്സാക്കിയിട്ട് നമ്മൾ തടങ്കൽപ്പാളയൊക്കെ ഉണ്ടാക്കുന്നുണ്ടേ. കേന്ദ്ര നിയമത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കേന്ദ്ര നിയമം നിലനിൽക്കുന്ന കാലത്തോളം ഒരിക്കൽ വഖഫ് ചെയ്താൽ അത് എക്കാലത്തും വഖഫാണ് എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം വൈപ്പിനിലെ മുനമ്പത്തെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അതാണ് അവസ്ഥ, യാഥാർത്ഥ്യം. പക്ഷേ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ പറ്റിക്കും ഇവരെ പറ്റിക്കാൻ വേണ്ടിയുള്ള മീറ്റിംഗാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഒരു മാധ്യമം വളരെ അന്തസ്സോടെ ഒരു പ്രവൃത്തി നടത്തി. അത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പത്രം നാസറിനെ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുമെന്ന് തോന്നുന്നു. കോഴിക്കോട് കാണുന്നു, അദ്ദേഹം കോഴിക്കോടാണുള്ളതെന്ന് തോന്നുന്നു. കാരണം കോഴിക്കോട് ഡേറ്റ് ലൈനിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. 1-ാം പേജ് കൊടുത്തിട്ടുണ്ട്, അകത്തതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ അദ്ദേഹം വളരെ ആർജവത്തോടെ പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ചെയ്തത് അള്ളായുടെ ഭൂമി സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. അള്ളായുടെ ഭൂമി സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത്, ദൈവത്തിൻ്റെ ഭൂമി സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത്, അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. അപ്പോൾ മുനമ്പത്തെ ഭൂമി ആരുടെ ഭൂമിയാണ്? അള്ളായുടെ ഭൂമി. അത് സംരക്ഷിക്കപ്പെടണം. അത് റിപ്പോർട്ടിൽ എഴുതിയത് ആരുടെ ഭൂമി സംരക്ഷിക്കാനാണ്? അള്ളായുടെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാ ഏത് സമുദായത്തിൻ്റെയാണ്? മുസ്ലിം സമുദായത്തിൻ്റെയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത്, വഖഫിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത്, അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. അപ്പം തീരുമാനമായല്ലോ. അത് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു, അത് വഖഫ് ഭൂമി തന്നെയാണ്, മുനമ്പത്തെ ഭൂമി വഖഫ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകാൻ കാരണം കുറച്ച് റിസോർട്ട് മാഫിയൊക്കെ കയ്യേറി. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. റിസോർട്ട് മാഫിയ ഇത് കയ്യേറി എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം വേറൊന്നുകൂടെ പറയുന്നുണ്ട്, മുനമ്പംകാർ പ്രത്യേകിച്ച് കേൾക്കണം, അടിയന്തരമായി ആ ഭൂമി സർവേ ചെയ്യണം. അതായത് മുനമ്പത്തുള്ള ഈ പാവങ്ങളുടെ വീട്ടിൽ സർവേക്കാരുമായിട്ട് എന്നിട്ട് വീണ്ടും അളന്ന് തിരിക്കണം, അവർ കയ്യേറിയിട്ടുണ്ടോ, എത്രയുണ്ടെന്ന് അളഞ്ഞ് തിരിച്ചിട്ട് എന്നിട്ട് പറയാം, കുറച്ച് പേർക്ക് മാത്രമേ അവിടെ ഭൂമിക്ക് അവകാശമുള്ളൂ, അവർക്ക് ഭൂമി കൊടുത്താൽ മതി, അവർക്ക് കുറച്ച് ഭൂമി വിതരണം ചെയ്യണം. അതിന് അദ്ദേഹം പറയുന്നത് വഖഫ് നിയമത്തിലെ 91-ാം വകുപ്പ് അത് പ്രകാരം വഖഫിൻ്റെ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം, എന്നിട്ട് ആൾക്ക് കൊടുക്കാം. എത്ര നിസ്സാരമായ പ്രശ്നമാണ്. ഇതുവരെ ഒരാളും ഇത് പറഞ്ഞു കേട്ടില്ല. ഇദ്ദേഹം വളരെ അതിസമർത്ഥനായ ഒരു ന്യായാധിപനാണെന്ന് തോന്നുന്നു. വഖഫ് നിയമത്തിലെ സെക്ഷൻ 91 പ്രകാരം ഏത് വഖഫിൻ്റെ ഭൂമിയും സർക്കാരിന് ഏറ്റെടുക്കാം, എന്നിട്ട് സർക്കാരിന് മിച്ച ഭൂമി കൊടുക്കുന്ന പോലെ കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പാർലമെൻറ്റിൽ ബില്ല് വേണ്ടായിരുന്നല്ലോ. ഇവിടെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞാൽ മതി, ഈ ബില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല, വഖഫ് നിയമത്തിലെ 91-ാം വകുപ്പ് പ്രകാരം അതിന് വ്യവസ്ഥയുണ്ട് എന്നങ്ങ് പറഞ്ഞാൽ ഈ പ്രശ്നം തീരുമായിരുന്നല്ലോ. അപ്പോൾ ഇതുവരെ ആരും കാണാത്ത ഒരു പുതിയ നിയമവ്യവസ്ഥ കണ്ടുപിടിച്ച് ലോകത്തോട് പറഞ്ഞു തന്നാൽ ഇദ്ദേഹത്തിന് മികച്ച നിയമത്തിനുള്ളൊരു അവാർഡ് വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കാരണം വൺസ് വഖഫ് ഓൾവേസ് വഖഫാണ്. ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ടാൽ അത് മാറ്റാൻ പറ്റില്ല എന്ന് ആമുഖമായി തന്നെ പറഞ്ഞിരിക്കെ വഖഫിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോഴും ആദ്യം സുവർണ്ണ ലിപികളിൽ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നതാണ്, ഒരിക്കൽ വഖഫാണെങ്കിൽ ആചന്ദ്രതാരം വഖഫായിരിക്കും എന്ന് പറയുന്ന വ്യവസ്ഥ നിയമത്തിലുള്ളപ്പോൾ ഇദ്ദേഹം പറയുകയാണ് 91-ാം വകുപ്പ് പ്രകാരം ഏറ്റെടുക്കാം, എന്നിട്ട് സർവേ നടത്തിയിട്ട് അവിടെയുള്ള ആളുകൾക്ക് എത്ര ഭൂമി വേണമെന്ന് വെച്ചിട്ട് അത് അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് വഖഫ് സർക്കാരൊക്കെ ഏറ്റെടുക്കുക, എന്നിട്ട് ഫറൂഖ് കോളേജിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരവും വാങ്ങിക്കൊടുക്കുക. അദ്ദേഹം വേറൊന്നുകൂടെ പറയുന്നുണ്ട്, ഇത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്,
ഇത് വക്കഫാണെന്ന്, ഹൈക്കോടതി ഗിഫ്റ്റ് ഡീഡാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് അതേക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇത് ഈ ഫാറൂഖ് കോളേജ് മുമ്പ് ഈ വസ്തു കുറച്ച് നികത്തി, അത് നികത്തിയത് ഇത് വക്കഫാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂപരിഷ്കരണ നിയമം ബാധകമല്ല, വക്കഫിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ആണ് എന്ന് പറഞ്ഞ് നികത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ തെളിവാണ് ഈ ഭൂമി വക്കഫിൻ്റെ ആണെന്ന്. അങ്ങനെ അദ്ദേഹം ഇന്നിപ്പോൾ രംഗപ്രവേശനം ചെയ്ത്, അല്ല അദ്ദേഹത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പോയി കണ്ടത്, അദ്ദേഹം ഇനി ഇന്ത്യൻ എക്സ്പ്രസിനെ വിളിച്ച് സംസാരിച്ചാണെന്നും എനിക്കറിയത്തില്ല, കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് വഖഫ് ഭൂമി തന്നെയാണ് മുനമ്പത്തത്. അതിന് വേണമെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം, ഇവർ കാശ് കൊടുത്ത് മേടിച്ച ഭൂമി സർക്കാർ ഈ നിയമത്തിൻ്റെ 91-ാം വകുപ്പ് പ്രകാരം ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ, അദ്ദേഹത്തിന് കണ്ടുപിടുത്തമാണ് ഏറ്റെടുക്കാൻ പറ്റുന്നത്, അങ്ങനെ അങ്ങ് ഏറ്റെടുത്തിട്ട് ഇവർക്ക് പട്ടയം കൊടുക്കുക. അപ്പോൾ ഇവർ കാശ് കൊടുത്ത ഭൂമി ഇവർക്ക് ഭിക്ഷ കിട്ടിയ ഭൂമിയായിട്ട് മാറും, സർക്കാരിൻ്റെ പിച്ച. അങ്ങനെ ചെയ്യണം. എന്നിട്ട് അവിടെ അത് മുഴുവൻ ഭൂമിയൊന്നും കൊടുക്കണ്ട, അവർക്കൊരു വീട് വെക്കാൻ 2-3 സെൻറ്റ് സർക്കാർ കൊടുക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് 20 സെൻറ്റ് സ്ഥലമുണ്ട് 20 സെൻറ്റ് കൊടുക്കുമോ? ഇല്ലല്ലോ. എല്ലാവർക്കും വേണം 2 സെൻറ്റ് 3 സെൻറ്റ്, അങ്ങനെയല്ലേ സർക്കാർ മിച്ച ഭൂമി കൊടുക്കുകയുള്ളൂ. സർക്കാർ ഭൂമി ഏറ്റെടുക്കുക, അത് എന്നിട്ട് എല്ലാവർക്കും 1 ലക്ഷം വീടിനൊക്കെ കൊടുക്കുന്ന പോലെ, കോളനികൾക്ക് കൊടുക്കുന്ന പോലെ 2 സെൻറ്റ് 3 സെൻറ്റ് വീതമൊക്കെ കൊടുത്തിട്ട് പരിഹരിക്കുക. എന്നിട്ട് അതിൻ്റെ നഷ്ടപരിഹാരം ഫാറൂഖിൽ നിന്ന് മേടിക്കുക, ഫാറൂഖ് കോളേജുകാരോട്. ഇദ്ദേഹം പറയുന്നുണ്ട് ഫാറൂഖ് കോളേജുകാർ ഈ വക്കഫാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഭൂമി വിറ്റിട്ട് അതിൻ്റെ ആ പണമൊക്കെ മേടിച്ചിട്ട് ആ പണം എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അത് ഒരു വക്കഫ് ഫറൂഖ് മാനേജ്മെൻറ്റ് അഴിമതി നടത്തി എന്നാണ് അദ്ദേഹം പരോക്ഷമായി പറയുന്നത്. കാരണം ഇടപാട് നടത്തിയിട്ട് പണം അങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ അവസാന നിമിഷം ഇന്ന് അദ്ദേഹം വന്ന് പറഞ്ഞത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. ഇത് നിയമജ്ഞനായ ജില്ലാ ജഡ്ജിയായ ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്, ഞാൻ പ്രതീക്ഷിച്ച ഒരു മറുപടി, ഈ എന്തുകൊണ്ട് മുനമ്പത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ നാളെ ചെല്ലാനത്ത്, അല്ലെങ്കിൽ തളിപ്പറമ്പ്, അല്ലെങ്കിൽ ചാവക്കാട്ട് അടക്കമുള്ള പ്രദേശങ്ങളിലെ ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു? അതാണല്ലോ പ്രശ്നം. അതെ. കാരണം അവർ പണം കൊടുത്ത് വാങ്ങി അവരുടെ സ്വന്തമായി അനുഭവിച്ച് കരം തീർത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള കാരണം, നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ലീഗൽ പ്രോസസ്സ് വഴിയല്ല. ആർട്ടിക്കിൾ 300 പ്രകാരം ഭരണഘടനയുടെ 300-ാം അനുച്ഛേദം പറയുന്നത് ഒരാൾക്ക് നിയമപരമായ വ്യവസ്ഥയിലൂടെ അല്ലാതെ അയാളുടെ ഭൂമി സ്വത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ലെന്ന്. ഇവിടെ അതിന് കോടതി വേണം. നിയമപ്രക്രിയ എന്ന് പറഞ്ഞാൽ കോടതിയാണ്. വഖഫ് എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലത്തെ ബോഡിയാണ്. ദേവസ്വം ബോർഡ് പോലെ. ദേവസ്വം ബോർഡ് പാവം, അതിന് പല്ലും നഖവും പോയിട്ട് മുടിയും പൂടയും കുഴിഞ്ഞതാണ് ദേവസ്വം ബോർഡ്. ഒരു അധികാരം ഇതൊരു പല്ലും നഖവും മാത്രമല്ല, കയ്യിലൊരു വാളും കൂടെ ഉണ്ട് ആർക്ക്? വഖഫിന്. ആ വഖഫ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. വഖഫ് സർക്കാരിൻ്റെ ഭാഗമാണ്. ഓക്കെ, സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനത്തിന് എങ്ങനെയാണ് ഒരാളുടെ ഭൂമിയിലെ അവകാശം ഇല്ലാതാക്കാൻ പറ്റുന്നത്? അതായത് നമ്മുടെ ഭൂമിയിലെ അവകാശം റദ്ദാക്കാനുള്ള അധികാരം വഖഫ് ട്രിബ്യൂണലിൽ പോലുമല്ല, വഖഫ് ബോർഡ് ചെയ്യുകയാണ്. വഖഫ് ബോർഡിന് നമ്മളെ ഭൂരഹിതരാക്കാൻ പറ്റും. അത് ഭരണഘടനയുടെ 300-ാം അനുച്ഛേദത്തിന് ലംഘിക്കുന്നതാണ്, ഭരണഘടനയ്ക്ക് മുകളിലാണ്. ഇനി അങ്ങനെ ചെയ്താൽ നമ്മൾ വഖഫ് ട്രിബ്യൂണലിൽ പോകണം. അപ്പോൾ വഖഫ് ട്രിബ്യൂണലിലല്ല നമ്മുടെ ഉടമസ്ഥാവകാശം റദ്ദാക്കാനുള്ള അധികാരം. വഖഫ് ബോർഡ് നമ്മുടെ ഉടമസ്ഥാവകാശം റദ്ദാക്കിയാൽ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് ട്രിബ്യൂണലിൽ പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ഒരു ബോർഡിനും ഇല്ലാത്ത ഒരു അധികാരം ആർക്ക് കൊടുക്കും? കോടതികൾക്ക് മുകളിൽ അധികാരം വഖഫ് ബോർഡിന് കൊടുത്തതാണ് ഈ പ്രശ്നം. അതൊന്ന്. പിന്നെ ഒരുപാട് കാര്യമുണ്ടല്ലോ, ബൈ യൂസ് അല്ലേ, ഉപയോഗം വഴി വഖഫാക്കാം. നോൺ മുസ്ലിമിന്, മുസ്ലിം അല്ലാത്ത ആൾക്ക് വഖഫ് ചെയ്യാം. അതിന് 2 സാക്ഷി മതി, രേഖ വേണ്ട, വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ ആരുടെയും ഭൂമി തട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ലാൻഡ് ജിഹാദ് ബോർഡായി വഖഫ് ബോർഡിനെ അനിയന്ത്രിതമായ അധികാരങ്ങൾ 2013 കോൺഗ്രസ് സർക്കാർ കൊടുത്തതാണ് ഇതിനെല്ലാം കാരണം എന്ന് ഇദ്ദേഹം പറയുമെന്ന് കരുതിയത്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു നല്ല നാന്തര ഈമാനുള്ള മുസ്ലിമായിട്ട് മാറി. അതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ ഭൂമി സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുമ്പോൾ നിയമജ്ഞനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവസാനം വരുമ്പോൾ മതവിഷയം വരുമ്പോൾ ഞാൻ മതത്തിൻ്റെ ഭാഗമായി എന്ന് മാറും. സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഈ മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് പുരോഗമനവാദികൾ ആർജവത്തോടെ ഊർജ്ജസ്വലമായ അഭിപ്രായം പറയുന്നവരെന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരാരും വഖഫിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം TG പറയുണ്ടായി, നമ്മുടെ ഫസൽ ഗഫൂർ ഉണ്ടല്ലോ, MESൻ്റെ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഏതാണ്ട് ഒരു 100 ഏക്കർ ഭൂമിയോ മറ്റോ വഖഫിന് കൊടുത്തത്. അതിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റില്ല, കരക്കാർ കൊണ്ടുപോയത്. അപ്പോൾ വഖഫിൻ്റെ ഈ കരാള നിയമത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നതിൽ മുസ്ലിങ്ങളുണ്ട്. ഇപ്പോൾ MESൻ്റെ ഭൂമി അത് ഫസൽ ഗഫൂറിൻ്റെ വീട്ടുകാർക്ക് പരാതിയില്ലായിരിക്കാം, പക്ഷേ സാധാരണക്കാരന് 5 സെൻറ്റും 3 സെൻറ്റും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്.
അപ്പോൾ ഏതായാലും ഒടുവിൽ നിസാർ മൗനം ഭഞ്ജിച്ചു. പക്ഷേ ആ മൗനത്തിലൂടെ പക്ഷേ മൗനത്തിലിരിക്കുന്നതായിരുന്നു നല്ലത്. മൗനം ഭഞ്ജിച്ച് അത് ഇന്ന് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. മുനമ്പംകാർ വഖഫിൻ്റെ ഭൂമിയിലാണ് കിടക്കുന്നത്. വേണമെങ്കിൽ സർക്കാർ ഇച്ചിരി മിച്ചഭൂമിയായിട്ട് ഇത് പ്രഖ്യാപിച്ചിട്ട് ഭിക്ഷ കൊടുക്കുന്ന പോലെ സ്ഥലം കൊടുത്ത് അവരെ അവിടെ താമസിപ്പിക്കുക എന്നുള്ളതാണ്. മുനമ്പത്തുനിന്ന് ഒഴിപ്പിക്കണം. മുനമ്പത്തെ 651 കുടുംബക്കാരുടെ ആത്മാഭിമാനത്തെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ സർക്കാർ ആ ഭൂമി ഏറ്റെടുത്തിട്ട് ഇവർക്ക് പതിച്ചു കൊടുക്കാവുന്നു. അത് വലിയ കഷ്ടമാണ്. അതുങ്ങൾ പണിയെടുത്ത് കടലിൽ പോയി തിരമാലകളോട് മല്ലടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയാണ്. ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന അവരുടെ ഭൂമി നിങ്ങൾ പിച്ച ഭൂമിയായിട്ട് കരുതാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമുണ്ട്. അതിൽ ഭേദം അവർ കടലിൽ ചാടി ചാവുന്നതാണ്. പക്ഷേ അവർ കടലിൽ ചാടി ചാവുമൊന്നുമില്ല. തിരമാലയോട് പൊരുതി നല്ല കരുത്തുള്ള കൈകളിൽ നല്ല പങ്കായം പിടിച്ച് തഴമ്പിച്ച കൈയാണ്. പങ്കായം എന്താണെന്ന് പിണറായി വിജയൻ നന്നായിട്ടറിയാം. പണ്ടൊരു ഓട്ടം ഓടിയതുണ്ടല്ലോ. അപ്പോൾ ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം എടുക്കുന്ന നിലപാട് മുനമ്പംകാരെ മാത്രമല്ല വഖഫിൻ്റെ ഇരകളാവുന്ന ആളുകളെ ഉപദ്രവിക്കാനും തള്ളിപ്പറയാനുള്ള നിലപാടാണ്. ആ കൂട്ടത്തിൽ ഒരു കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്ന നിസാറും അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പാലോളി മുഹമ്മദിൻ്റെ കാലത്താണ് ഞാൻ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു അത് വഖഫ് ഒറ്റ ദിവസം കൊണ്ട് പ്രഖ്യാപിക്കുന്നു ഇത് വഖഫാണെന്ന്. 2-ാം ദിവസം റിപ്പോർട്ടിൽ വരുന്നു. എത്ര വേഗത്തിലാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു, ഓർക്കുന്നില്ല? നമ്മൾ ഇന്നലെ ഒരു നടപടിക്രമങ്ങൾ വളരെ വഖഫ് പ്രഖ്യാപിക്കുന്നു, പിറ്റേ ദിവസം നിസാർ കമ്മീഷൻ്റെ പിറ്റേ ദിവസം നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ മുനമ്പം ഉൾപ്പെടുന്നു. ഈ എന്തൊരു ലോകമാണ്! ഏതായാലും പരമകാരുണികനായ അള്ളാഹു നിസാറിനെയും കാത്തുരക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.